ഹലോ ഗൈസ്, വെൽക്കം ടു കാസ്ട്രോളർ മൂവി മീഡിയ. ഇന്നിവിടെ പറയാൻ പോകുന്ന റീമേക്ക് കമ്പാരിസണാണ്. വീരം വേഴ്സസ് ഇറ്റ്സ് റീമേക്ക് കമ്പാരിസൺ ആൻഡ് ഇറ്റ്സ് എ മാച്ച് ഓഫ് റീമേക്സ് ആൻഡ് വീരം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇത് പറയുന്നതിന് മുമ്പ് നിങ്ങളെല്ലാവരെയും ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ബെൽ ഐക്കണിൽ ഓൾ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ടാവും, ഇതൊന്ന് അമർത്തി സഹായിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങുന്നു. അപ്പോൾ തുടങ്ങാം. വീരം വേഴ്സസ് ഇറ്റ്സ് റീമേക്സ് കമ്പാരിസൺ അഥവാ ഓർ മാച്ച്. ലെറ്റ്സ് സ്റ്റാർട്ട്. ആരംഭിക്കലാമോ? ഫസ്റ്റ് റൗണ്ട് ഇൻട്രോസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ വീരം ഞാനിത് തെലുങ്ക് റീമേക്ക് ഹിന്ദി റീമേക്ക് മാത്രമേ പറഞ്ഞു, കന്നഡ ഞാൻ കണ്ടിട്ടില്ല. അതുകൊണ്ട് വീരത്തിലെ ഇൻട്രോ എന്ന് പറഞ്ഞാൽ സാധാരണയാണ്. അത് സാധാരണ ഇൻട്രോ ആണ്. സാധാരണ നമ്മൾ തമിഴിൽ കണ്ടിരിക്കുന്നത് ടൈപ്പ് ഒരു ഇൻട്രോ ആണ്. അതേപോലെ തന്നെയാണ് തെലുങ്കിൽ ശ്രമിച്ചത്, പക്ഷേ ഇൻട്രോ ഈസ് കട്ട ശോകം. പിന്നെ ഹിന്ദിയിലാണെങ്കിലും ഇൻട്രോ ശോകമാണ്. സൽമാൻ ഖാൻ്റെയാണ്. സൽമാൻ ഖാൻ അങ്ങനത്തെ ചെയ്യുള്ളൂ ഇൻട്രോയിൽ. അതിലോട്ട് ഇൻട്രോയുടെ കാര്യത്തിൽ മാർക്ക് കൊടുക്കാൻ ഏറ്റവും അടിപൊളിയായിട്ടൊരു ഇൻട്രോ കൊടുത്തിരുന്നത് വീരത്തിലാണെന്ന് ഞാൻ സമ്മതിച്ചിരിക്കുന്നു. അതുകൊണ്ട് 1 വീരം 1, കട്ടമറയുടെ 0, കിസിക്ക ബൈ കിസിക്ക ജയൻ 0. അപ്പോൾ ഫസ്റ്റ് റൗണ്ട് കഴിഞ്ഞ് സെക്കൻഡ് റൗണ്ട് നായകന്മാരുടെ ഇത് പെർഫോമൻസ് എല്ലാത്തിലും നൈസായിട്ട് വന്നിട്ടുണ്ട്. എന്നാൽ കൂടുതൽ ഇഷ്ടപ്പെട്ടത് വീരത്തിൽ അജിത്തിൻ്റെ പെർഫോമൻസ് തന്നെയാണ്. അതുകൊണ്ട് 2-0-0. വീരൻ 2, കട്ടമലയുടെ 0, കിസിക്ക ബൈ കിസിക്ക ജയൻ 0. ഇനി അടുത്തത് സോങ്സിൻ്റെ കാര്യം പറയാനാണെങ്കിൽ 3 നല്ല ഇട്ടാണ് വന്നിരിക്കുന്ന. കട്ടമറയത്തിൽ ഒഴികെ. കട്ടമറയത്തിൽ പാട്ട് ശോകമായിരുന്നു, എന്നാൽ BGM നൈസായിരുന്നു കേട്ടോ. വീരത്തിൽ 2 നൈസായിരുന്നു, ഇതിലും 2 നൈസായിരുന്നു. കിസിക്ക ബൈ കിസിക്ക ജാനിലും അക്കാര്യത്തിലൊരു ഡ്രോ കൊടുക്കേണ്ടി വരും. വീരവും കിസിക്ക ബൈ കിസിക്ക ജാൻ കിസിക്ക ബൈ കിസിക്ക ജാൻ ഡ്രോ ആയി. കടമറയിൽ 0. അപ്പോൾ 3-1-3. വീരം 3, കട്ടമറയിൽ 0, കിസിക്ക ബൈ കിസിക്ക ജാൻ 1. ഇനി അടുത്ത റൗണ്ട്, ദിറ്റ്സ് 4th റൗണ്ട്. എന്താണെന്ന് വെച്ചാൽ വേറെ ഒന്നുമില്ലടെ, നായികമാരുടെ പെർഫോമൻസ്. അക്കാര്യത്തിൽ കട്ടമറയായിട്ട് ഞാൻ മാർക്ക് കൊടുത്തിരിക്കുന്നു. വീരത്തിൽ നല്ല എല്ലാത്തിനും പെർഫോമൻസ് നല്ലതാണ്, പക്ഷേ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കട്ടമറയത്തിലെ നടിയുടെയാണ്, സ്തുതിദാസിൻ്റെ പെർഫോമൻസാണ്, അതുകൊണ്ട് പറയുന്നതാണ്. അപ്പോൾ 3 വീരം 3, കട്ടമറയുടെ 1, കിസിക്ക ബൈ കിസിക്ക ജാൻ 1. ഇനി അടുത്ത 5th റൗണ്ട്. നെക്സ്റ്റ് റൗണ്ടിൽ പറയാൻ പോകുന്നത് വില്ലൻസ് പെർഫോമൻസസ്. വില്ലൻ്റെ വീരത്തിലും കട്ടമറയാടിലും വില്ലൻ കൊള്ളായിരുന്നു, പക്ഷേ കിസിക്ക ബൈ കിസിക്ക ജാനിലെ വില്ലൻ ശോകമായിരുന്നു. പക്ഷേ ഇതിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട വില്ലൻ ആരെന്ന് ചോദിച്ചാൽ, വില്ലനെ ഏതിലെന്ന് ചോദിച്ചാൽ വീരത്തിലെന്ന് ഞാൻ പറയും. കാരണം അതിൽ കുൽക്കർണി എന്ന് പറഞ്ഞ ഒരാളാണ് ആ പടത്തിൽ വില്ലനായിട്ട് അഭിനയിച്ചിരുന്നത്. അദ്ദേഹം നൈസായിട്ട് ആ പടം ചെയ്തിട്ടുണ്ടായിരുന്നു. ആ പടത്തിലെ വില്ലത്തരം നൈസായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അദ്ദേഹത്തിന് മാർക്ക് കൊടുത്തിരിക്കുകയാണ് ഞാൻ. അപ്പോൾ വീരം 4, കട്ടമറയാട് 1, കിസിക്ക ബൈ കിസിക്ക ജാൻ 1. എന്തായാലും ജയിക്കുന്ന സംശയമുണ്ട് എനിക്ക് അറിഞ്ഞോട്. ഇനി അടുത്തത് ഇത്തിരി സ്പോയിലർ ആകുമെന്ന് പറഞ്ഞോട്, ഇനി എനിക്കറിഞ്ഞോട്. എന്നാലും ശരിയാവട്ടെ എന്ന് വിചാരിക്കണം, കളയാക്കരുത് കേട്ടോ. എൻ്റെ ഒപ്പീനിയനാണ് പറയണത്. സ്റ്റോറി 3 ഒരേപോലെ തന്നെ, അല്ല സ്റ്റോറി അല്ല, മേക്കിംഗ് ആണ്. വീരത്തിലെ മേക്കിംഗ് ആണ് കട്ടമറയാടിൽ. വീരത്തിലെ മേക്കിങ്ങും കട്ടമറയാടിലെ തെലുങ്ക് റീമേക്കിലെ കട്ടമറയാടിലെയും മേക്കിംഗ് ഈസ് ഒരേപോലെയാണ്. പക്ഷേ കിസിക്ക ബൈ കിസിക്ക ജാനിൽ വെച്ചാൽ അവിടെയൊക്കെ കുറച്ച് ഡിഫറൻസ് ഉണ്ട്. വേറെ ഡിഫറൻസ്
പക്ഷേ ഏറ്റവും അടിപൊളിയായിട്ട് വന്ന മേക്കിംഗ് കട്ടമറയായിട്ടില്ല എന്ന് പറയും. കാരണം വീരത്തിലും നല്ലതാണ്, സെക്കൻഡ് കൊടുക്കാൻ പറ്റും, നല്ല മേക്കിംഗ് ആണ്. പക്ഷേ കട്ടമറയിലാണ് സൂപ്പർ, കുറച്ചും കൂടി ഹൈ ലെവലിൽ അവർ ചെയ്തിരിക്കുന്ന മേക്കിംഗ് സൂപ്പർബായിട്ടുണ്ട്. അതുകൊണ്ട് വീരം 4, കട്ടമറയുടെ 2, കിസിക്ക ബൈ കിസിക്ക ജാൻ 1. ഇനി അടുത്തത് പറയാൻ പോണത് ബീജിയം ഞാൻ പറഞ്ഞിരുന്നു എൻ്റെ എല്ലാത്തിലും നല്ലതാണെന്ന്. പക്ഷേ എനിക്ക് ഇഷ്ടപ്പെട്ടത് വീരത്തിൽ തന്നെയാണ്. വീരത്തിലെ ബീജിയമാണ്. അതുകൊണ്ട് 5, വീരം 5, കട്ടമറയുടെ 2, കിസിക്ക ബൈ കിസിക്ക ജാൻ 1. ഇനി നെക്സ്റ്റ് പറയാൻ പോണത് നെക്സ്റ്റ് റൗണ്ട് എന്തിനാവുമെന്ന് എനിക്ക് അറിഞ്ഞൂടെ. ഇൻട്രോൽ പഞ്ച് മൊത്തത്തിലും ട്രെയിൻ ഫൈറ്റാണ് ഒരേപോലെ തന്നെ. പക്ഷേ ഒരു ഡിഫറൻസ്, ഹിന്ദിയിൽ കിസിക്ക ബൈ കിസിക്ക ചാനൽ മെട്രോ ആക്കി നമ്മുടെ മാസ്റ്ററിലെ ഫൈറ്റ് എടുത്ത് കോപ്പി അടിച്ചെടുത്തേറ്റി. അത് വേറെ കുഴപ്പമൊന്നുമില്ല, എന്നാലും കൊള്ളായിരുന്നു ഫൈറ്റ്. എല്ലാ ഫൈറ്റ്സും പിന്നെ അവരറിയുന്നു. പക്ഷേ ഇൻ്റർവൽ ബ്ലോക്ക് ഈസ് സൂപ്പർ ഇൻ വീരത്തിലെ ഇതന്നെയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം ഇൻ്റർവൽ ബ്ലോക്കിൻ്റെ കാര്യത്തിൽ. അതുകൊണ്ട് വീരം 6, കട്ടമറയുടെ 2, കിസിക്ക ബൈ കിസിക്ക ജാൻ 1. ഇനി പറയാൻ പോണത് ഇതിലൊരു മെയിനായിട്ടൊരു സോങ് ഉണ്ട്, തിരുവിഴ സോങ്. അത് 3 നല്ല, ഞാൻ പറഞ്ഞില്ല കട്ടമറയുടെ സോങ്സൊക്കെ ഷോ വരുന്നു, ബാക്കിയെല്ലാം നല്ലതായിട്ടുണ്ടായിരുന്നു. ബാക്കിയെല്ലാം പിന്നെ ഇൻട്രോ ഷോ വരുന്നു, ബാക്കിയെല്ലാം നല്ലതായിരുന്നു. എന്തായാലും സോങ്സിൻ്റെ ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ടത് കിസിക്ക ബൈ കിസിക്ക ജാനിലെ തിരുവിഴ സോങ്ങാണ്. മീൻസ് മറ്റേ അതാണ്. പക്ഷേ അതിൽ കൊറിയോഗ്രാഫി ഷോ വരുന്നു, പക്ഷേ പാട്ട് നൈസായിരുന്നു. അതുകൊണ്ടാണ് അത്. പിന്നെ ജാനി മാസ്റ്ററാണ് കുളമാക്കി വയ്ക്കും, കുളമാക്കാൻ മാത്രമേ അറിയാവുള്ളൂ അയാൾക്ക്. അതുകൊണ്ട് ആ പാട്ടിൻ്റെ ലിറിക്സ് വെച്ചാൽ ഞാൻ ശ്രദ്ധിക്കുള്ളൂ. കൊറിയോഗ്രഫി ഞാൻ പിന്നെ പറയാൻ പോകുന്നത് ജസ്റ്റ് റൗണ്ട് കൊറിയോഗ്രഫിയാണ്, അത് കറക്റ്റ്. അതുകൊണ്ട് വീരം 6, കട്ടമറയുടെ 2, കിസിക്ക ബൈ കിസിക്ക ജാൻ 2. ഇനി കൊറിയോഗ്രഫി, ഡാൻസ് കൊറിയോഗ്രഫി ഇൻ ഓൾ സോങ്സ്. കട്ടമറയുടെ ശോകമാണ്. മറ്റേതിൽ കിസിക്ക ബൈ കിസിക്ക ജാനിൽ ഒരു പാട്ട് പഠിക്കുക, ബാക്കി എല്ലാത്തിലും ഇത് ഷോകാണ്, കൊറിയോഗ്രഫി ഷോകാണ്. വീരത്തിൽ ഒരു പാട്ട് ഷോകാണ്, ഒരു പാട്ടിലെ കൊറിയോഗ്രഫി ഷോകാണ്, ബാക്കി എല്ലാത്തിനും നല്ലതായിട്ട് വന്നിട്ടുണ്ട്. അതുകൊണ്ട് അക്കാര്യത്തിൽ ഏത് എടുക്കണം എന്ന് ചോദിച്ചാൽ എനിക്ക് ആൻസർ പറയാനുള്ള ഒരു ഇതാണ് വീരത്തിന് കൊടുത്തിരിക്കുന്ന കാര്യത്തിൽ വീരത്തിന് അവാർഡ് കൊടുത്തിരിക്കുന്നു. അതുകൊണ്ട് വീരം 7, കട്ടമറയുടെ 2, കിസിക്ക ബൈ കിസിക്ക ജാൻ 2. ഇനി പറയാൻ പോണ ക്ലൈമാക്സ് ആണ്. ക്ലൈമാക്സ് 3 ഒരേപോലെ തന്നെയാണ്. പക്ഷേ കിസിക്ക ബൈ കിസിക്ക ജാനിൽ ചെറിയ ഡിഫറൻസ് വന്നിരുന്നു. കുറച്ച് എന്താണ് മറ്റേ ഏതാളത്തിൽ ട്രാൻസ്ഫോർമേഷൻ അതൊക്കെ സംഭവം കയറി വന്നിട്ടുണ്ട്. എനിക്ക് അത്രയും പിടിച്ചില്ല, എന്നാലും കുഴപ്പമില്ലായിരുന്നു. പിന്നെ വേറൊരു വില്ലൻ ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് അത് പാവതനം കയറ്റിയിട്ട് അതിനൊക്കെ അതായത് വാട്സറും കൂടിയാണ് അത് വിട്ട് ക്ലൈമാക്സ് ഷോ വരുന്നു. കിസിക്ക ബൈ കിസിക്ക ചാനൽ ആകെ ഷോ എന്ന് പറയാനുള്ള വില്ലൻ്റെ കാര്യം. പിന്നെ നായികയുടെ ചില മറ്റൊരു സീനുണ്ട്, നായിക ഇങ്ങനെ എക്സ്പ്രഷൻ കാണിച്ച് കൊളാക്കുന്ന ഒരു സീനുണ്ട്, അതും. പിന്നെ ഈ ക്ലൈമാക്സ്, അല്ല വേറെ പ്രശ്നമൊന്നുമില്ല. ക്ലൈമാക്സ് ഫൈറ്റ് അത് വേറെ പ്രശ്നമൊന്നുമില്ല. പിന്നെ ഒരു പോസ്റ്റ് ക്രെഡിറ്റ്സ് സെക്കൻഡ് പാർട്ട് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുണ്ടാവുകയാണെങ്കിൽ ഓക്കെ, കണ്ടോക്കാം, വേണമെങ്കിൽ വരാം, വേണമെങ്കിൽ കണ്ടോക്കണേ. ആരായിരിക്കുമോ ഇല്ല. എന്തായാലും ക്ലൈമാക്സിൻ്റെ കാര്യത്തിൽ കട്ടമറയാട്ടിന് ഞാൻ അവാർഡ് കൊടുത്തിരിക്കുന്നു. കാരണം കട്ടമറയാട്ടിലെ ക്ലൈമാക്സ് നൈസായിരുന്നു. അതുകൊണ്ട് വീരം 7,
കട്ടമാരുടെ 3, കിസിക ബൈ കിസിക ജാൻ 2 എന്ന്. പിന്നെ ഈ കമ്പാരിസണിലെ വിജയി വീരൻ തന്നെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിച്ചിരിക്കുന്നു. പിന്നെ ഒരു കാര്യം കൂടി, എനിക്ക് ഇതിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട സിനിമ ഏതാണെന്ന് ചോദിച്ചാൽ ഞാൻ പറയാം വീരൻ തന്നെയാണ്. കേട്ടാൽ പറയാം, അത് ഒറിജിനലായിട്ടും വെല്ലുന്നൊരു റീമേക്ക് തന്നെയാണ്. പക്ഷേ എൻ്റെ ഇൻട്രോ റീമേക്ക് ആണെങ്കിലും പോലും വീരം ഈസ് സൂപ്പർ, ബിക്കോസ് അതിൻ്റെ വില്ലൻ വേറൊരുത്തിനും പറ്റില്ല എന്നുള്ളതുകൊണ്ട് എനിക്കങ്ങനെ തോന്നിയത്. ചിലവരൊക്കെ വില്ലെന്ന് റീമേക്ക് എന്നൊക്കെ പറയുന്നുണ്ട്, പക്ഷേ ദ വിന്നർ ഈസ് വീരൻ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. കാണണമെന്ന് ആഗ്രഹം. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കണിൽ ഓൾ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ടോ, അതൊന്ന് അമർത്തുക. പിന്നെ കമൻറ്റ് എന്തും ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ ടെലഗ്രാം ചാനലിലൂടെ പറയാം എന്ന് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്ന. അപ്പോൾ ടാറ്റ ബൈ ബൈ, ഡെൽറ്റ വിസ്കസ് പിഷ്കാം.